പ്രശസ്ത സാഹിത്യകാരനും നാടകാചാര്യനുമായ ഓംചേരി എൻ പിള്ള അന്തരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 102 വയസ്സായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഓർക്കാൻ കഴിയുക? ബൽറാം. റിജിത്ത്, ഡൽഹിയിലെ പ്രമുഖ സാഹിത്യകാരൻ അല്ലെങ്കിൽ ഡൽഹി സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായിരുന്ന ഓംചേരി എൻ പിള്ള അന്തരിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് അദ്ദേഹത്തെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം ആശുപത്രിയിൽ നിന്നും സ്ഥിരീകരിച്ചത്. മൃതദേഹം അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിക്കും. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കുടുംബം തീരുമാനം എടുക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ദീർഘകാലമായി മലയാള സാഹിത്യ മേഖലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. 80-ലധികം ഏകാംഗ നാടകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ തന്നെ കവിതാ രചനയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവേശനം. പിന്നീട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. ഡൽഹിയിലേക്ക് അദ്ദേഹം പറിച്ചു നടപ്പെടുന്നു. പിന്നീട് ഡൽഹിയിലെ സാംസ്കാരിക കലാ മേഖലകളിലെല്ലാം തന്നെ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം ദീർഘകാലമായി. ഡൽഹിയിലെ സാംസ്കാരിക മേഖലയിലെ സാഹിത്യകാരന്മാരുടെ ഏറ്റവും സമ്പുഷ്ടമായ ഒരു കാലത്ത് അദ്ദേഹം അവരോടൊപ്പം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹം. ഒരു കവി, നോവലിസ്റ്റ്, ഒപ്പം തന്നെ മറ്റ് മേഖലകളിലെല്ലാം തന്നെ സമഗ്ര സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന് 2 തവണ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 2020-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേരള പ്രഭ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ശ്രീ ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു.